ഹലോ, ഇന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ബേസിക് ട്യൂട്ടോറിയലിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ബേസിക് ട്യൂട്ടോറിയൽ 1-ൽ നമ്മൾ എന്തൊക്കെ തിങ്സാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തേതിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള 11 സ്റ്റിച്ചസാണ് കാണിച്ചിരിക്കുന്നത്. അത് 2 എപ്പിസോഡ്സും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മേളിൽ കാർഡിലും വരുന്നതായിരിക്കും. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് നോക്കി കഴിഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് കാണുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമുണ്ടാകും സ്റ്റിച്ചസ് ഒക്കെ ചെയ്യാനും മനസ്സിലാക്കാനും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 5 ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറീസ് ആണ്. അപ്പോൾ അത് ഈ 5 സ്റ്റിച്ചസും എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, എത്ര സ്ട്രാൻഡ്സ് ഉപയോഗിച്ച് തയ്ച്ചാലായിരിക്കും ഭംഗി വരുന്നത് എന്നൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ട്യൂട്ടോറിയൽ ആയാലോ അതല്ല ഡിസ്പ്ലേ സാരീസോ ടോപ്സോ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റിച്ചസും കണ്ടു നോക്കാം. ഇപ്പോൾ ഷെവറോൺ സ്റ്റിച്ച് തയ്ക്കാനായിട്ട് നമുക്ക് ഇതുപോലെ 2 ലൈൻ വരയ്ക്കണം, പാരലൽ ലൈൻസ് ആയിട്ട്. എന്നിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. താഴത്തെ ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, താഴത്തെ ലൈനിൽ നിന്ന്. ഇതിപ്പോൾ ഞാൻ 6 സ്ട്രാൻഡ്സ് എടുത്തേക്കുന്നത്, കുറച്ച് തടിച്ചിരിക്കാൻ 6 സ്ട്രാൻഡ്സ് ആയിരിക്കും നല്ലത്. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്തോരം ലെങ്ത്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്തിൽ നിന്ന് ഹാഫ് പോർഷനെ പോകാമുള്ളൂ. ആ ഹാഫ് പോർഷൻ പോകണം. എപ്പോഴും ത്രെഡ് നീഡിലിൻ്റെ താഴെയായിരിക്കണം. എന്നിട്ട് ഹാഫ് പോർഷൻ എടുക്കുക, എന്നിട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ത്രെഡ് താഴെയായിരിക്കണം നീഡിലിൻ്റെ, എന്നിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടി, ഹാഫ് പോർഷനിൽ ത്രെഡ് ഇരിക്കുന്നു. ഇനി നമ്മൾ മേളിലോട്ടാണ് പോകണേ, ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇങ്ങനെ ചെരിഞ്ഞ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എവിടെയാണ് ത്രെഡ് വേണ്ടേ ആ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് എടുക്കുന്നു, ഇങ്ങനെ. അപ്പോൾ നമുക്കൊരു സ്ലാൻറ്റിങ് ലൈൻ കിട്ടി. ഇനി ഇവിടെ മേളിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ത്രെഡ് നീഡിലിൻ്റെ മേളിലായിരിക്കണം ത്രെഡ് വരേണ്ടത്. താഴത്തെ ലൈനിൽ നീഡിലിൻ്റെ താഴെയായിരിക്കണം എപ്പോഴും ത്രെഡ് വരേണ്ടത്. മേളത്തെ ലൈനിൽ തയ്ക്കുമ്പോൾ നീഡിലിൻ്റെ മേളിലായിരിക്കണം ത്രെഡ് വരേണ്ടത്. എന്നിട്ട് ഈ ലൈനിൻ്റെ ഇത് സെൻറ്റർ ആക്കണം, ഈ പോയിൻ്റ് സെൻറ്റർ ആക്കണം. എന്തോരം ഡിസ്റ്റൻസാണ് ഇങ്ങോട്ട് പോയാൽ അത്രയും ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് സെൻറ്ററിലോട്ട് കുത്തിയെടുക്കുക, ഇങ്ങനെ. ത്രെഡ് മേളിലായിരിക്കണം, നീഡിലിൻ്റെ മേളിലായിരിക്കണം. എന്നിട്ട് വലിക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടി. ഇനി നമ്മൾ താഴത്തോട്ടാണ് പോകുന്നത്, ഈ സൈഡിൽ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എവിടെയാണ് നമുക്ക് വേണ്ടത്, ഇപ്പം ആദ്യം കാണിച്ചവരെ തന്നെ എവിടെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ അങ്ങോട്ടേക്ക് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. ഇവിടം വരെ ഇവിടെയാണ് നമുക്ക് സെൻറ്റർ വരേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ ത്രെഡ് നീഡിലിൻ്റെ താഴെ വരണം. അപ്പോൾ അതേ നീഡിലിൻ്റെ താഴെയാണ് ത്രെഡ് ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, താഴത്തെ ലൈൻ വരുമ്പം എപ്പോഴും ത്രെഡ് നീഡിലിൻ്റെ താഴെയും മേളത്തെ ലൈനിലോട്ട് പോകുമ്പം ത്രെഡ് എപ്പോഴും നീഡിലിൻ്റെ മേളിലുമാണ് വരേണ്ടത്. ഇതാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് തയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് ബോർഡറൊക്കെ തയ്ക്കാനായിട്ട് നല്ലൊരു സ്റ്റിച്ചാണിത്. എളുപ്പത്തിൽ നമുക്ക് ബോർഡർ തയ്ച്ചെടുക്കാനും പറ്റും. സിക്സാക്ക് ആയിട്ട് ഇങ്ങനെ ബോർഡറിലൊക്കെ തയ്ക്കാൻ നല്ല ഭംഗിയായിരിക്കും കാണാൻ, 6 സ്ട്രാൻഡ്സ് ഒക്കെ ഇട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ. എപ്പോഴും തയ്ക്കുമ്പോൾ ഈ പറഞ്ഞ 2 പാരലൽ ലൈനിലും തയ്ക്കുമ്പം മേളിൽ വരുമ്പോൾ നീഡിലിൻ്റെ മേളിലോട്ട് ആയിരിക്കണം ത്രെഡ് വെക്കേണ്ടത്, താഴെ വരുമ്പം നീഡിലിൻ്റെ താഴെയുമാണ് വെക്കേണ്ടത്. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കിട്ടത്തില്ല, നമുക്ക് സ്റ്റിച്ചിങ് തെറ്റിപ്പോകും. അടുത്തത് നമ്മൾ കേബിൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇങ്ങനെ എടുത്തിട്ട് ഇതും 6 strands ആണ് ഞാൻ എടുത്തേക്കുന്നത്. സാധാരണ നമ്മൾ ചെയിൻ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ ഇവിടെ നിന്നല്ലേ തയ്ക്കുക, ഈ സെയിം പോയിന്റിൽ നിന്ന് തന്നെ മുന്നോട്ട് പോവുകയാണ്, ഇങ്ങനെ പോവുകയാണ് പതിവ്. ഇതിന് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്യും, ഈ നീഡിൽ ഇങ്ങനെയൊന്ന് ചുറ്റിക്കുക ത്രെഡ്. അപ്പം ആദ്യം നീഡിൽ അങ്ങനെ ചുറ്റിച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കുക. എന്നിട്ട് സെയിം പോയിൻ്റ് അല്ല, കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇപ്പം ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടു, ഇങ്ങനെ ചെയിൻ എടുത്തു. എന്നിട്ട് ഈ ത്രെഡ് നീഡിലിൻ്റെ താഴത്തേക്കൂടെ, പിന്നെ ചെയിൻ ചെയ്യണവർ തന്നെ നീഡിലിൻ്റെ താഴത്തേക്കൂടെ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് വലിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു നോട്ട്, ഒരു നീളത്തിലൊരിതും വന്നു, ചെയിനും വന്നു. വീണ്ടും ഇതുവരെ തന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് പിന്നെ ചെയിൻ ചെയ്യണവരെ ചെയ്യുക. പിന്നെ ചെയിൻ ചെയ്യണവരെ തന്നെയാണ് നീഡിലിൻ്റെ താഴത്തേക്കൂടെ ത്രെഡും എടുക്കുക. ആ ഒരു നീഡിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് വ്യത്യാസം. അപ്പോൾ നമുക്കൊരു കേബിൾ വരുന്നവരെ ഒരു നീണ്ട ഇതും വരും, പിന്നെ ചെയിനും വരും. ഇങ്ങനെ ചങ്ങല പോലെയായിട്ട് ശരിക്കും വരും. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് തുണി എടുക്കുക. എന്നിട്ട് നമ്മൾ ത്രെഡിൻ്റെ നീഡിലിൻ്റെ താഴത്തേക്കൂടെ ത്രെഡ് എടുക്കുക. ഇത് ബോർഡേഴ്സ്, കർവ്സ് അങ്ങനെയുള്ള ഇതിലൊക്കെ തയ്ക്കാനായിട്ട് നല്ലതാണ്. ശരിക്കും ഒരു ചങ്ങല പോലെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും ഇത് തയ്ച്ചു കഴിയുമ്പോൾ. ഇതിപ്പോൾ നമ്മുടെ ഇതിൻ്റെ സൈസ്, ചെയിൻ്റെ സൈസ് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ്, അതൊക്കെ നമുക്ക് ഓരോ ഇത് അനുസരിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത് വേണമെങ്കിൽ തൊട്ടടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ അകത്തി വെക്കണമെങ്കിൽ അകത്തിയും വയ്ക്കാം. അതൊക്കെ ഒരു നമ്മുടെ ഡിസൈനിൻ്റെ ഇതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷെവറോൺ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു, എപ്പോഴും നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, താഴത്തെ ലൈൻ തയ്ക്കുമ്പോൾ ത്രെഡ് എപ്പോഴും നീഡിലിൻ്റെ താഴെയും മേളത്തെ ലൈനിലോട്ട് പോകുമ്പോൾ ത്രെഡ് എപ്പോഴും നീഡിലിൻ്റെ മേളിലും വേണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ്ങാണ് ഷെവറോൺ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ. രണ്ടാമത്തെ കാര്യം, ഇത് ബോർഡറൊക്കെ തയ്ക്കാൻ യൂസ് ചെയ്യുമ്പം എപ്പോഴും 6 strands യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഇൻ ബിറ്റ്വീൻ ഒരു ലൈനാണ് തയ്ക്കണമെങ്കിൽ 3 strands ആയാലും കുഴപ്പമില്ല. അതിലും കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ അത്ര ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ബോർഡറൊക്കെ തയ്ക്കുവാണെങ്കിൽ 6 strands തന്നെ യൂസ് ചെയ്യാം. പിന്നെ കേബിൾ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ടേബിൾ ക്ലോത്ത് ആണെങ്കിലോ എന്തിൻ്റെങ്കിലും ബോർഡർ തയ്ക്കണമെങ്കിൽ എപ്പോഴും 6 strands. ബോർഡേഴ്സ് യൂസ് ചെയ്യുന്നത് എപ്പോഴും 6 strands ആയിരിക്കും നല്ലത്. ഇത് ബോർഡർ തയ്ക്കാൻ ഏറ്റവും നല്ലൊരു സ്റ്റിച്ചാണ് കേബിൾ ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യുക. നമ്മൾ അടുത്തത് കാണാൻ പോണ സ്ക്രോൾ സ്റ്റിച്ചാണ്. അത് തയ്ക്കാനായിട്ട് ഇത് സ്ക്രോൾ സ്റ്റിച്ച് എപ്പോഴും 6 strands യൂസ് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്, നല്ലൊരു ഭംഗിയുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മൾ എടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് ഇങ്ങോട്ടേക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുത്തിയെടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ത്രെഡില്ലേ, ഈ ത്രെഡ് ഈ നീഡിലിൻ്റെ ഫുൾ താഴത്തേക്കൂടെ ഇങ്ങനെ കൊണ്ടുവരണം. ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിലേക്കൂടെയും കൂടെ കൊണ്ടുവരണം. എന്നിട്ട് മേളിലോട്ട് ഇങ്ങനെ പിടിക്കുക, മേളിലോട്ടാക്കി വെക്കുക. എന്നിട്ട് ഈ ത്രെഡ് ഈ നീഡിൽ വലിച്ചെടുക്കുക. വലിക്കുമ്പോൾ ഒത്തിരി മുറുക്കെ വലിക്കണ്ട, പയ്യൊന്ന് വലിച്ചാൽ മതി, ഇത്രയും വലിച്ചാൽ മതി. ഇനി വീണ്ടും ഇതുവരെ തന്നെ നീഡിൽ ത്രെഡ് ഇങ്ങോട്ടാക്കി വെച്ചു. ഇതുവരെ നമുക്ക് എന്തോരം ഹൈറ്റിൽ നിന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഹൈറ്റിൽ നിന്ന് താഴത്തോട്ട് എടുക്കുക. അപ്പോൾ ത്രെഡ് ഇതിൻ്റെ നീഡിലിൻ്റെ താഴത്തേക്കൂടെ എടുത്ത് ഇവിടെ കൂടെയും നീഡിലിൻ്റെ താഴത്തേക്കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് മേളിലോട്ട് ത്രെഡ് വലിച്ചു പിടിച്ചിട്ട് വലിക്കുക. ഒത്തിരി നമ്മൾ വലിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഇതുവരെ തന്നെ. ഇത് നമുക്ക് അകത്തിയാണെങ്കിലും അടുപ്പിച്ചാണെങ്കിലും നമ്മുടെ ഒരു ഡിസൈൻ്റെ ഇതനുസരിച്ചിരിക്കുക. ഇതൊക്കെ നമുക്ക് ബോർഡറിൽ വേണമെങ്കിൽ തയ്ക്കാം, അതല്ല ഈ ഡ്രസ്സിൻ്റെയൊക്കെ ഫ്രോക്കിൻ്റെയൊക്കെ ഔട്ട്ലൈനായിട്ട് തയ്ക്കാം. ഈവൻ പൂവിൻ്റെയൊക്കെ ഔട്ട്ലൈൻ തയ്ച്ചിട്ട് ഉള്ളിൽ വേറെ എന്തെങ്കിലും ഫില്ലിങ് കൊടുക്കാം. അങ്ങനെ നമുക്ക് തയ്ക്കാം. ഇനി നമ്മൾ കാണാൻ പോണത് വിപ്ഡ് ബാക്ക് സ്റ്റിച്ചാണ്, അല്ലെങ്കിൽ ബാക്ക് സ്റ്റിച്ച് വിപ്ഡ് എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഇതുവരെ ബാക്ക് സ്റ്റിച്ച് തയ്ച്ച് തീർക്കണം, സ്ട്രെയിറ്റ് ലൈൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് വേറൊരു സ്റ്റിച്ചും കൂടെ ചെയ്യുമ്പോഴാണ് വിപ്ഡ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്.
ഇപ്പോൾ ബാക്ക് സ്റ്റിച്ച് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസിക് ട്യൂട്ടോറിയലിൻ്റെ സെക്ഷൻ 2-ൻ്റെ അകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വെനസ്ഡേത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ആദ്യം ഇതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വേറൊരു ത്രെഡ് എടുക്കുക. 6 സ്ട്രാൻഡ്സ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ സെയിം കളർ ത്രെഡ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ വേറെ കളർ ത്രെഡ് ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഇവിടെ എടുത്തു. ഇനി നമ്മൾ ഓരോ ബാക്ക് സ്റ്റിച്ചിൻ്റെയും അടിയിൽ കൂടെ നമ്മൾ ഇതുവരെ പാസ് ചെയ്യുക. ഇപ്പോൾ ഇനി തുണിയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഇല്ല, പിന്നെ പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത ബാക്ക് സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ ഇതുവരെ തന്നെ പാസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ഇതിപ്പം നമ്മൾ തുണിയായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ടിപ്പ് പോയിൻറ്റഡ് അല്ലാത്ത നീഡിൽ യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ അകത്ത് നൂലിൽ ഉടക്കണ ആ ഒരു പ്രശ്നം വരില്ല. പോയിൻറ്റഡ് അല്ലാത്ത നീഡിൽ ഏതെങ്കിലും യൂസ് ചെയ്താലും മതി. അപ്പോൾ ഓരോ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ നമ്മളിതുവരെ പാസ് ചെയ്യുക. അപ്പോൾ ഇത് കോൺട്രാസ്റ്റ് കളേഴ്സ് ഇട്ട് ചെയ്യുമ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ സെയിം കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത്രയും ഇങ്ങനെ വിപ്ഡ് ആയിട്ട് ഇരിക്കുന്നത് നമുക്കങ്ങനെ പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. ഇതിപ്പോൾ കോൺട്രാസ്റ്റ് കളേഴ്സ് ആകുമ്പം 2 കളർ വന്ന് ജോയിൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് വേറെയാണ്. അപ്പോൾ നമ്മൾ എൻഡ് ചെയ്യാൻ നേരത്ത് വിപ്ഡ് ബാക്ക് സ്റ്റിച്ച് എൻഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇവിടെ ത്രെഡ് പൊങ്ങി വന്ന് ആ സ്ഥലത്ത് തന്നെ അതിൻ്റെ അടിയിലായിട്ട് തന്നെ നമ്മൾ താത്തുക. അങ്ങനെയാണ് ഇതിൻ്റെ എൻഡ് ചെയ്യണത്. ഇനി നമ്മൾ ഫ്ലൈ സ്റ്റിച്ചാണ് കാണാൻ പോണത്. അപ്പോൾ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്യുന്ന ഏരിയയ്ക്ക് ലീവ്സ് തയ്ക്കാനും ഫ്ലവർ തയ്ക്കാനും അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബോർഡർ ആണെങ്കിലും തയ്ക്കാൻ യൂസ് ചെയ്യുക. അതിന് 2 പാരലൽ ലൈൻസ് വേണം. ഇവിടെ എടുത്തേക്കുന്ന ആ സീംസ് ഇവിടെ സ്ഥലത്ത് തന്നെ പാരലലായിട്ട് തന്നെ ഈ ലൈനിൽ കുത്തിയെടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ എന്തോരം മുഴുപ്പ് വേണം, എന്തോരം താഴത്തോട്ട് ഡീപ്പാക്കണം എന്നുള്ളത് ഒരാൾക്കാരുടെ ഇഷ്ടം പോലെ ഇങ്ങനെ സെൻറ്ററിൽ എടുത്തിട്ട് നീഡിലിൻ്റെ താഴത്തേക്കൂടെ ത്രെഡ് പാസ് ചെയ്യുക. എന്നിട്ട് നീഡിൽ എടുക്കുക, വലിച്ചെടുക്കുക. ഇതാണ്. എന്നിട്ട് തൊട്ട് താഴെ തന്നെ, അല്ലെങ്കിൽ കുറച്ച് ലെങ്ത്ത് വേണമെങ്കിൽ കുറച്ച് ലെങ്ത്ത്, ഒത്തിരി ലെങ്ത്ത് കൂട്ടാണ്ടിരിക്കുന്നത് നല്ലത്. തൊട്ട് താഴെ തന്നെ താത്തുക. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലൈ സ്റ്റിച്ച്. ഇപ്പോൾ ഇത് ഈ ഒരു സ്റ്റിച്ചിനാണ് ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ലീഫും ഫ്ലവറൊക്കെ തയ്ക്കണമെങ്കിൽ അടുപ്പിച്ച് തന്നെ തൊട്ടടുത്ത് തന്നെ ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഇവിടെ തന്നെ കുത്തിയെടുത്ത് ഇതുപോലെ തന്നെ താത്തി തയ്ക്കുക. അതല്ല ചുമ്മാ തയ്ക്കുക, സ്കാറ്റർ ചെയ്തിട്ട് തയ്ക്കണമെങ്കിൽ നമുക്കിഷ്ടമുള്ള പോലെ വേറിട്ട് നമുക്ക് തയ്ക്കാം. ഇപ്പോൾ ലീഫൊക്കെ തയ്ക്കുവാണെങ്കിൽ ബൂളിയൻ നോട്ടൊക്കെ തയ്ച്ചിട്ട് ലീഫാണ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ 6 സ്ട്രാൻഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട് ഫ്ലൈ സ്റ്റിച്ച് ലീഫിന് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതല്ല നോർമൽ സ്റ്റിച്ച് 2 സ്ട്രാൻഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് തയ്ച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലൈ സ്റ്റിച്ചിനും 2 സ്ട്രാൻഡ്സോ അല്ലെങ്കിൽ 3 സ്ട്രാൻഡ്സോ കൊടുത്തേച്ചാൽ മതി. ഇത് തയ്ക്കുമ്പോൾ വേണമെങ്കിൽ പൂവൊക്കെ തയ്ക്കുമ്പോൾ വേണമെങ്കിൽ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ഒരു ഫ്ലൈ സ്റ്റിച്ച് ഒരു കളറ്, രണ്ടാമത്തെ അടുപ്പിച്ച് തയ്ക്കുമ്പോൾ രണ്ടാമത്തെ ലെയർ തയ്ക്കുമ്പോൾ അടുത്ത കളർ ഇട്ട് അങ്ങനെ ഓൾട്ടർനേറ്റ് കളേഴ്സ് ഇട്ടാണെങ്കിലും ഫ്ലവേഴ്സ് തയ്ച്ച് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് 5 സ്റ്റിച്ചസ് ആണ് കണ്ടത്. അതിലിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച 11 സ്റ്റിച്ചസും ഇപ്പോൾ ഇതിൽ കാണിച്ച 5 സ്റ്റിച്ചസും ഇതിൽ എല്ലാം നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കഴിഞ്ഞതിലാണെങ്കിലും ഇതിലാണെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തന്നെ പോവുക. അപ്പോൾ നമുക്ക് അടുത്ത വെനസ്ഡേ ഉദ്ദേശിച്ചിരിക്കുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യിക്കുന്ന എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ എവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹാൻഡ് എംബ്രോയിഡറി ബേസിക് സ്റ്റിച്ചസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അടുത്ത വെനസ്ഡേ. അപ്പോൾ എല്ലാവരും കീപ് വാച്ചിങ്. അണ്ടിൽ ദെൻ ബൈ.